മമ്മി തിരോധാന കേസിൽ കാണാതായ ഡ്രൈവർ രജിത് കുമാറിനെയും ഭാര്യയും കണ്ടെത്തി. ഗുരുവായൂരിൽ ഹോട്ടൽ മുറിയിൽ നിന്നാണ് ഇരുവരെയും കണ്ടെത്തിയത്. അതേസമയം കേസ് അന്വേഷണം അവസാനിപ്പിക്കരുതെന്ന രജിത് കുമാറിന്റെ ശബ്ദ സന്ദേശം പുറത്തായി. കേസിൽ ഗൂഢാലോചനയുണ്ടെന്നും സന്ദേശത്തിലുണ്ട്. നിങ്ങളാരും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ കേസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കരുത്. കാരണം എന്നാൽ ഈ കേസിൻ്റെ പുറകെ തന്നെ പോയി ആർക്കോ വേണ്ടിയിട്ട് പോലീസോ എന്തോ ഒരു ഇത് നടത്തിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. ഒന്നുകിൽ നടക്കാതെ പോലീസിൻ്റെ അനാസ്ഥ തന്നെയാണ് ഈ കേസ് ഇടയിലെത്താണ്ടായി പോയത്. അതുകൊണ്ട് എന്തുതന്നെയായാലും നിങ്ങൾ ഈ കേസിൻ്റെ പുറകെ പോകണം, പ്രതികളെ പിടിക്കണം. കുറേ ആളുകൾക്ക് എൻ്റെ കുടുംബം നശിച്ചാൽ സന്തോഷം ഉണ്ടാവും, സന്തോഷിക്കട്ടെ. അത് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ദിസ്ന സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. ദിസ്ന, ഈ മമ്മി തിരോധാന കേസിൽ ഏറെ നിർണായകമാണ് ഇപ്പോൾ രജിത് കുമാറിനെയും ഭാര്യയും കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. അനു, അതായത് 20 വർഷമായി മാമിയുടെ ഡ്രൈവറായി തുടർന്ന ഒരു വ്യക്തിയാണ് രജിത് കുമാർ. രജിത് കുമാറിനെ പലതവണ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നു. അദ്ദേഹം അവിടെ എത്തുകയൊക്കെ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഭാര്യയെയും കൂട്ടി ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് എത്തണമെന്ന് പറഞ്ഞത്. ആ ചോദ്യം ചെയ്യലിന് നോട്ടീസ് കിട്ടിയതിന് പിന്നാലെയാണ് ഇവർ ഇരുവരും കാണാതാവുന്നത്. തുടർന്ന് രജിത് കുമാറിന്റെ സഹോദരനാണ് ഇത്തരത്തിൽ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. മാമി തിരോധാനം എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലാണ് അല്പസമയം മുമ്പ് രജിത് കുമാർ ചില ഓഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത്. തനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, ക്രൈംബ്രാഞ്ച് തന്നെ നിരന്തരം വേട്ടയാടുകയാണ്, അത്തരത്തിൽ പോലീസ് തന്നെ നിരന്തരം വേട്ടയാടുന്നു, തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹം ഈ ഓഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് ഈ രജിത് കുമാറിനെ ഗുരുവായൂരിൽ വെച്ച് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇന്ന് തന്നെ ഇരുവരെയും കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമായ വിവരം. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉയർന്നു വന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രമുഖരായ പല വ്യവസായ പ്രമുഖരിലേക്കും ഈ കേസ് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പിന്നീട് കുടുംബത്തിന്റെ നിരന്തര ആവശ്യവുമായി ബന്ധപ്പെട്ട് ഈ കേസ് ക്രൈംബ്രാഞ്ചിനെ കൈമാറുന്നത്. പിന്നീട് കുടുംബത്തിലെ ബന്ധുക്കളടക്കം, അതായത് മകളുടെ അടക്കമുള്ള മൊഴിയിൽ ഇത്തരത്തിൽ രജിത് കുമാറിനെതിരെയൊക്കെ വ്യാപകമായ ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം ഇരുവരെയും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത്. ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച പശ്ചാത്തലത്തിലായിരുന്നു ഇരുവരും മുങ്ങിയിരുന്നത്. പക്ഷേ രജിത് കുമാറിനെ നിരന്തരം പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വേട്ടയാടുന്നു എന്ന് തന്നെയാണ് രജിത് കുമാറിന്റെ സഹോദരനടക്കം നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും രജിത് കുമാറിനെ ഇപ്പോൾ ഗുരുവായൂരുള്ള ഒരു ലോഡ്ജിൽ നിന്നും കണ്ടെത്തിയിരിക്കുകയാണ്. ഗുരുവായൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ രജിത് കുമാർ ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം രജിത് കുമാറിനെയും ഭാര്യയെയും നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. തുടർന്ന് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അനു, ശരി ദിസ്ന.